യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം, ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ 8, അതിന്റെ 31-32 വാക്യങ്ങളൊന്ന് വായിക്കും. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. അബൈഡ് ഇൻ വേർഡ് ഓഫ് ഗോഡ്. വചനത്തിൽ നിലനിൽക്കാമെങ്കിൽ സത്യം അറിയാം. എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞെന്ന് കേട്ടാൽ സത്യം അറിയാൻ സാധ്യതയില്ല. നിങ്ങൾ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ, അബൈഡ് ഇൻ വേർഡ് ഓഫ് ഗോഡ്, സത്യം നിങ്ങൾ അറിയും. ആ സത്യം നിങ്ങൾക്കൊരു ഫ്രീഡത്തിലേക്ക് നയിക്കും, സ്പിരിച്വൽ ഫ്രീഡം. പക്ഷേ ഇന്ന് എന്നെ ഏൽപ്പിച്ച ദൗത്യം, ആ സന്ദേശം, ദൈവത്തിന്റെ വലിയ ആഗ്രഹമാണ്. എ ഗ്രേറ്റ് ഡിസയർ ഓഫ് ഗോഡ്, എവരിവൺ ഷാൽ റിയലൈസ് ദ ട്രൂത്ത്. ഈ സത്യം എല്ലാവരും അറിയണമെന്ന് ദൈവത്തിന്റെ ആഗ്രഹമാണ്. എപ്പോൾ? ജീവനോടിരിക്കുമ്പോൾ നമ്മളിത് അറിയണം. സ്തോത്രം. നമ്മൾ പാടി, അങ്ങേ കരയിൽ ചെല്ലുമ്പോൾ എല്ലാം നമ്മൾ അറിയും, അറിയേണ്ടതുപോലെ അറിയും. നമ്മൾ ഫെയിലിയർ ആയിരുന്നോ സക്സസ് ആയിരുന്നോ എന്ന് കൃത്യമായിട്ട് അക്കരെ നാട്ടിൽ ചെല്ലുമ്പോൾ അറിയും. മരിച്ച് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ അറിയും. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് മരിച്ച ശേഷമല്ല. കാരണം മരിച്ച ശേഷം അറിഞ്ഞതുകൊണ്ട് മടങ്ങി വരുവാൻ കഴിയുകയില്ല. cannot restore in your spiritual life when you realize the truth after your death. ജീവനോടിരിക്കുമ്പോൾ നീ സത്യം അറിയണം. സ്തോത്രം. ഇന്നെന്താ നടക്കുന്നത്? പലതര രീതികൾ, പലതരം മാർഗങ്ങൾ, പലതരം ഉപദേശങ്ങൾ, ഡിഫറെന്റ് ടീച്ചിങ്സ്, ഡിഫറെന്റ് മെത്തേഡ്സ്, പലരും പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? The whole world is confused. സംശയമാണ് എല്ലാവർക്കും. സ്തോത്രം. എന്നാൽ വചനത്തിൽ നിലനിൽക്കാൻ ആര് തീരുമാനമെടുക്കുന്നു? Who will abide in word of God? അവനിൽ ആ സ്പിരിച്വൽ ഫ്രീഡം ഉണ്ടാകും. അവൻ ജീവനോടിരിക്കുമ്പോൾ ആ സത്യം തിരിച്ചറിയും. സ്തോത്രം. അപ്പോൾ we shall study the word of God from God. We shall study through the Holy Spirit. പരിശുദ്ധാത്മാവിൽ വചനം നമ്മൾ പഠിക്കണം. ബുദ്ധിയിലല്ല പഠിക്കണം, ഇൻ സ്പിരിറ്റ്. ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവ് എനിക്ക് സത്യം അറിയണം. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞു, സാംസ് 119:18 തോന്നുന്നു, സങ്കീർത്തനം 119:18 അല്ലേ? നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ജീവനോടിരിക്കുമ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചു, മരിച്ച ശേഷമല്ല. ഞാൻ രാജാവാണ്, ഞാൻ ധനികനാണ്, ഐ ആം ദ റൂളർ, ഐ ആം ദ കിങ്, ഐ ആം ദ ഓണർ. പക്ഷെ അപ്പോഴും ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ഓപ്പൺ മൈ ഐസ്. ജീവനോടിരിക്കുമ്പോൾ എനിക്ക് ഈ വചനത്തെ സത്യങ്ങൾ അറിയണം. ഏതെങ്കിലും മനുഷ്യർ പറയുന്നതല്ല. പരിശുദ്ധാത്മാവ് എന്ത് ആശയത്തിൽ എഴുതിയിരിക്കുന്നുവോ, എന്താണ് ദൈവം ഈ വചനത്തിലൂടെ ഞങ്ങളോട് കൺവേ ചെയ്യാൻ ആഗ്രഹിച്ചത്, അതെനിക്കറിയണം. അതുകൊണ്ട് ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ, the miracles hidden inside the word of God, അതിനുവേണ്ടി എന്റെ കണ്ണുകൾ തുറക്കണം. ഓപ്പൺ മൈ ഐസ്. ദാവീദ് ബ്ലൈൻഡ് ആയിരുന്നില്ല, അവന് കണ്ണ് കാണാം. പക്ഷെ അവൻ പറയുന്നു, ഓപ്പൺ മൈ സ്പിരിച്വൽ ഐസ്. എനിക്ക് ഈ ജീവനോടിരിക്കുമ്പോൾ സത്യം അറിയണം. എത്ര പേർ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രാർത്ഥിക്കാറുണ്ട്? നല്ല ജോലി വേണം, നല്ല വീട് വേണം, നല്ല വാഹനം വേണം, ഭൗതിക വിഷയങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര പേർ പ്രാർത്ഥിക്കാറുണ്ട്? കർത്താവ്, ഐ ഷാൽ നോ ദ ട്രൂത്ത് ഹിഡൻ ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്.
എനിക്കത് അറിയണം, അതുപോലെ എനിക്ക് ജീവിക്കണം. സോ നോട്ട് സ്റ്റഡി ഫ്രം എനിവൺ. ഏതെങ്കിലും ഒരു പാസ്റ്റർ പറയുന്നതും ഏതെങ്കിലും സഭ പഠിപ്പിക്കുന്നതും ആരെങ്കിലും ഒക്കെ പറയുന്ന കേട്ടിട്ടല്ല നീ ഡിസൈഡ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് നീ ഡിസൈഡ് ചെയ്യേണ്ടത്? ആക്ട്സ് 17:10-11 എന്ന് വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തികൾ 17-ാം അധ്യായം 10-11 വാക്യങ്ങൾ. How you have to decide to obey the word of God. സഹോദരന്മാർ ഉടനെ രാത്രിയിൽ തന്നെ പൗലോസിനെയും ശീലാസിനെയും. അപ്പോസ്തലപ്രവൃത്തികൾ 17-ന്റെ 19. അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അതങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. അവർ പ്രസംഗങ്ങൾ കേട്ടു, അവർ ഉപദേശങ്ങൾ കേട്ടു, അത് കേട്ടിട്ട് അത് അംഗീകരിച്ചില്ല. അവർ തിരുവെഴുത്തുകളിൽ വചനത്തിൽ അങ്ങനെ തന്നെയാണോ എന്ന് അവർ പരിശോധിച്ച ശേഷം വചനം അംഗീകരിക്കുന്നത് മാത്രം അവർ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ എന്നിലൂടെ ദൈവം പ്രസംഗിക്കുന്നതായിക്കൊള്ളട്ടെ, ഈ ഭൂമിയിൽ ആര് പ്രസംഗിക്കുന്നതായിക്കൊള്ളട്ടെ, ഈ വചനത്തിൽ ഇല്ലാത്തത് പ്രസംഗിച്ചാൽ ഉൾക്കൊള്ളുവാൻ ഒരിക്കലും നിങ്ങൾ മുതിരരുത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹം എന്താണ്? ജീവനോടിരിക്കുമ്പോൾ നീ ഈ സത്യങ്ങൾ അറിയണം. ഈ സത്യം നീ അറിഞ്ഞാൽ യുവർ ആറ്റിറ്റ്യൂഡ് വിൽ ചേഞ്ച്. You will realize the value of spiritual life. ഈ ആത്മീയ ജീവിതത്തിന്റെ വില നീ തിരിച്ചറിയും. ദൈവത്തിന് സ്തോത്രം. പൗലോസിനോട് ചോദിച്ചു നോക്കിയാൽ ആക്ട്സ് 20:21 എന്ന് വായിച്ചേ. 20:24 എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. നോക്കിക്കേ, when I realized the truth of the miracles hidden in the word of God, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ എന്റെ കൺമുമ്പിൽ വെളിപ്പെട്ടപ്പോൾ എന്റെ സ്വന്തം ജീവനെ പോലും ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. എന്താണ് സ്പിരിച്വൽ ലൈഫിന്റെ വാല്യൂ എന്ന് മനസ്സിലായി പൗലോസ് പറയുകയാണ്, ഇപ്പോൾ എന്റെ ലൈഫിന് ഞാൻ ഐ ആം നോട്ട് ഗിവിംഗ് എനി വാല്യൂ. എന്റെ ജീവൻ പോയാലും ജീവൻ പോകുന്ന നിമിഷം വരെയും എന്റെ കർത്താവിനായി ജീവിക്കണം. ഹല്ലേലൂയ. എപ്പോഴാ സംഭവിച്ചത്? ജീവനോടിരിക്കുമ്പോൾ പൗലോസ് സത്യം അറിഞ്ഞു. നമ്മളുടെയൊക്കെ വിടുതൽ തടസ്സമെന്നത് അറിയാമോ? ജീവനോടിരിക്കുമ്പോൾ സത്യം അറിയുവാൻ കഴിയുന്നില്ല. സത്യം അറിയുമ്പോൾ യു വിൽ റിയലൈസ് ദ വാല്യൂ ഓഫ് യുവർ സ്പിരിച്വൽ ലൈഫ്. നിന്നെ വിളിച്ച് വേർതിരിച്ചതും നിന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നതും നിന്നെ നടത്തുന്നതുമായ ആത്മീയ ജീവിതത്തിന്റെ വില എന്തെന്ന് ദൈവം നിന്നെ തിരിച്ചറിയിക്കും. ഇവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ എന്റെ ജീവനെ വിലയേറിയതായി എണ്ണുന്നേയില്ല. ഫിലിപ്പിയൻസ് 3:11 എന്നാണ് പൗലോസ് പറയുന്നത്. ഫിലിപ്പ് ലേഖനം 3:13 വാക്യം. 3:11 അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ചു ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറം തണ്ടുന്നു. മരിച്ചവരുടെ ഇടയിൽ കിടക്കാതെ അവിടെ ഒരു പുനരുദ്ധാനം വേണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ഞാൻ എന്താ ചെയ്യുന്നത്? എന്റെ ലൈഫിൽ വാല്യുബിൾ ആണെന്ന് പറഞ്ഞതിനെല്ലാം ഞാൻ റബ്ബിഷ് നെണ്ണുകയാണ്, ചവറം നെണ്ണുകയാണ്. സ്തോത്രം. നമ്മൾ ഇന്നും വേർഡ്ലി തിങ്സിനല്ലേ വാല്യുബിൾ ആയി കാണുന്നത്. നമ്മൾക്ക് ഇതുവരെയും ട്രൂത്ത് റിയലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആ ട്രൂത്തിലൂടെ നിനക്ക് ലഭിച്ച സ്പിരിച്വൽ ലൈഫിന്റെ വാല്യൂ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് അറിയാമോ? എല്ലാ ദിവസവും കൃത്യമായി ഡ്യൂട്ടിക്ക് പോകും, പക്ഷെ എല്ലാ ദിവസവും സമയമുണ്ടെങ്കിലും നീ പ്രാർത്ഥനയിൽ കടന്നു വരികയില്ല. എന്താ കാരണം? യു നെവർ റിയലൈസിംഗ് ദ വാല്യൂ ഓഫ് യുവർ സ്പിരിച്വൽ ലൈഫ്. യു ഹാവ് മോർ വാല്യൂ ഇൻ ദ വേർഡ്ലി തിങ്സ്. അതുകൊണ്ടാണ് കൃത്യമായും എന്തെല്ലാം രോഗമുണ്ടെങ്കിലും ക്ഷീണമുണ്ടെങ്കിലും എഴുന്നേറ്റ് പോകുവാൻ കഴിയുമെങ്കിൽ നീ ഡ്യൂട്ടിക്ക് പോകും. പക്ഷേ ഒന്ന് തുമ്മിയാൽ പറയാം, എനിക്ക് വയ്യ, നാളെ പങ്കെടുക്കാം പ്രയറിന്. ബിക്കോസ് യു നെവർ റിയലൈസ് ദ ട്രൂത്ത്.
ഹിഡൻ ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. പരിശുദ്ധാത്മാവ് എഴുതിയ ആശയം നിനക്ക് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടില്ല. ഏതോ പാസ്റ്റർമാർ, ഏതോ വ്യക്തികൾ നിന്നെ പഠിപ്പിച്ചത് നിന്റെ ഹൃദയത്തിലിരിക്കുക. അതുകൊണ്ട് അതിനെ വിലയേറിയതായി കാണുവാൻ കഴിയുന്നില്ല. സ്തോത്രം. അപ്പൊ 2 Peter chapter 1:4 എന്ന് വായിക്കുമ്പോൾ പത്രോസ് അതിനോട് ആഴമായി എഴുതിയിരിക്കുന്നു. 2 പത്രോസ് 1:4. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി വിലയേറിയ അതിമഹത്വവും വിലയേറിയതുമായ വാഗ്ദത്തം, വിലയേറിയ പ്രോമിസ് നമുക്ക് തന്നിരിക്കുക. എപ്പോൾ ഒരു മകനായി സ്പിരിച്വൽ ലൈഫിൽ, വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ദ ഗ്രേറ്റസ്റ്റ് പ്രോമിസ് വെച്ചിരിക്കുകയാണ്. വാല്യുബിൾ പ്രോമിസ് വെച്ചിരിക്കുകയാണ്. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനിടവരും. പ്രൈസ് ദി ലോർഡ്. സത്യം തിരിച്ചറിയുന്നവൻ ലോകമോഹത്താലുള്ള നാശം വിട്ടൊഴിയും. He will be separated from the world, from the desire of the world. അത് വിട്ടൊഴിഞ്ഞെങ്കിൽ മാത്രമേ ഡിവൈൻ നേച്ചർ നിന്നിൽ വരികയുള്ളൂ. സ്തോത്രം. ഇന്നും പറയുക, എനിക്ക് ബർത്ത്ഡേ ആയിട്ടൊരു ചുരിദാർ മേടിച്ചു തന്നില്ല, ആനിവേഴ്സറി ആയിട്ടൊരു ഷർട്ട് മേടിച്ചു തന്നില്ല. ഇന്ന് മീറ്റിംഗ് കഴിയുമ്പോൾ നിന്റെ അലമാരി തുറന്നു നോക്ക്. അല്പം മാറി തുറന്നു നോക്കാനുള്ള കാരണം ചിലപ്പോൾ എല്ലാവരും മറിഞ്ഞ് നിന്റെ മണ്ടയ്ക്കോട്ട് വീഴും. ഇത്രയും വസ്ത്രങ്ങൾ ഉണ്ടായിട്ടും, ഇത്രയും എല്ലാ നന്മകളും ഉണ്ടായിട്ടും ഇനിയും വേണം എന്നുള്ള ആഗ്രഹങ്ങളാ. ലോകത്തിന്റെ മോഹത്താലുള്ള നാശം. സ്തോത്രം. ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞതേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും നിനക്ക് മതി എന്ന് പറയുവാൻ കഴിയുന്നുണ്ടോ? എനിക്ക് വേണ്ടാന്ന് പൂർണ്ണ മനസ്സോടെ പറയുവാൻ കഴിയുന്നുണ്ടോ? ഈ ബർത്ത്ഡേക്ക് എനിക്ക് വാങ്ങുന്ന ചുരിദാർ കൊണ്ട് ഒരു വ്യക്തിയെ സഹായിക്കണമെന്ന് പറയാൻ നിനക്ക് കഴിയുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. കാരണം ആ ഡിസയർ നമ്മുടെ ഉള്ളത്തിൽ കിടക്കുക. അത് വിട്ടൊഴിഞ്ഞെങ്കിൽ മാത്രമേ ആ ഡിവൈൻ നേച്ചർ നമ്മിൽ വരികയുള്ളൂ. സ്തോത്രം. ഡിവൈൻ നേച്ചർ വരണമെങ്കിൽ നീ റിയലൈസ് ചെയ്യണം സത്യം. എപ്പോൾ അറിയണം? ജീവനോടിരിക്കുമ്പോൾ സത്യം തിരിച്ചറിയണം. സ്തോത്രം. ജീവനോടിരിക്കുമ്പോൾ ആ വാക്കിലാണ് പ്രാധാന്യം. ജീവനോടിരിക്കുമ്പോൾ ഈ സത്യം തിരിച്ചറിയണം. ഒരിക്കലും ഒരു മനുഷ്യൻ മരിച്ചു. ആ മനുഷ്യൻ മരിച്ചപ്പോൾ when he was dead, after death, അവൻ ചില സത്യങ്ങൾ തിരിച്ചറിഞ്ഞു. അവൻ realized the value of spiritual life. അപ്പോഴേക്കും സമയം താമസിച്ചു. കാരണം you cannot restore back, you cannot come back to your life. ദൈവത്തിന് സ്തോത്രം. ആ മരിച്ച വ്യക്തി തിരിച്ചറിഞ്ഞ സ്പിരിച്വൽ ലൈഫിന്റെ വില എന്തെന്ന്, ആ സത്യം ഇന്ന് നമ്മളും തിരിച്ചറിയണം. ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുക. എന്തുകൊണ്ട്? ഇന്ന് പകൽ വരെ നമ്മൾ മരിച്ചിട്ടില്ല. ജീവനോടിരിക്കുന്ന എന്നോടും നിന്നോടും അത് പറയാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുക. കാരണം നമുക്കിന്ന് റിപ്പന്റ് ചെയ്യാം, നമുക്കിന്ന് റിസ്റ്റോർ ആകാം, നമുക്കിന്ന് മടങ്ങി ചെല്ലാം നമ്മുടെ അപ്പനരികിലേക്ക്. ആ ഡിവൈൻ നേച്ചറിലേക്ക് മടങ്ങി വരാൻ സാധ്യതയുണ്ട്. Still we are alive. ദൈവത്തിന് സ്തോത്രം. വായിക്കുക ലൂക്കോസ് ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 16. എടുത്താട്ടെ, എല്ലാവരും എടുത്താട്ടെ. ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 16 അതിന്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. 19 to 22. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. ധനവാനും ലാസറും മരിച്ചു. മരണശേഷം ഈ ധനവാൻ ഈ ആത്മീയ ജീവിതത്തിലെ ചില ഇതിന്റെ വിലയൊന്നും തിരിച്ചറിയാൻ പോവുകയാണ്. അവൻ ചില സത്യങ്ങൾ തിരിച്ചറിഞ്ഞു.
ജീവനോടിരിക്കുന്ന ഞാനും നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ജീവനോടിരിക്കുമ്പോൾ തിരിച്ചറിയണം, മാനസാന്തരപ്പെടണം. നമുക്കിനിയും ഇന്നൊരു ദിവസം കൂടെ അവസരമുണ്ട്, അടുത്തൊരു നിമിഷം കൂടെ അവസരമുണ്ട്. നാളെയോ 10 മിനിറ്റ് ശേഷം അവസരമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ വചനം കേൾക്കുവാൻ ഭാഗ്യം ലഭിക്കുന്നെങ്കിൽ കേൾക്കുന്ന നിമിഷം വരെ നിനക്ക് അവസരമുണ്ട് മടങ്ങി വരുവാൻ. സ്തോത്രം. ഇവിടെ പറയുന്നു, ധനവാൻ നോക്കുമ്പോൾ, ലാസറിനെ നോക്കുമ്പോൾ ദരിദ്രൻ അല്ല എഴുതിയേക്കുന്നത്, പൂർ മാൻ, വ്രണം നിറഞ്ഞവൻ, മുഴുവൻ അഴുക്ക രോഗമാ, മുഴുവൻ ചൊറിയും ഒക്കെ വ്രണം നിറഞ്ഞവൻ, പടിപ്പുരയിൽ കിടന്നവൻ, വേസ്റ്റ് കഴിച്ചവൻ. ഇപ്പോൾ ലാസർ മരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ദൂതന്മാർ അവരെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അവനിപ്പോ എവിടെ ഇരിക്കുന്നത്? അബ്രഹാമിന്റെ മടിയിൽ. ധനവാൻ ഒന്നാമത് തിരിച്ചറിഞ്ഞ വില എന്തെന്നറിയാമോ? ദ വാലി ഓഫ് സോൾസ്, ആത്മാക്കളുടെ വില. വ്യക്തിപരമായി എന്റെ ആത്മാവിന്റെ വില ധനവാൻ തിരിച്ചറിഞ്ഞു. ലോകപ്രകാരം ആരും കൊള്ളുകയില്ലെന്നും ആർക്കും വിലയില്ലാത്തതുമായ ഒരാത്മാവിന്റെ വില, ആമേൻ, ആര് തിരിച്ചറിഞ്ഞു? ധനവാൻ തിരിച്ചറിഞ്ഞു. ഈ വിശ്വാസ മാർഗത്തിൽ വന്നിട്ടും ഇന്നുവരെ പൂർണ്ണമായി സമർപ്പിക്കപ്പെടാത്തവരോട് പറയട്ടെ, പരിശുദ്ധാത്മാവിൽ നിന്റെ ആത്മാവിന്റെ വിലയെങ്കിലും ജീവനോടിരിക്കുമ്പോൾ നീ ഇന്ന് പകൽക്കാലം തിരിച്ചറിയ. ടുഡേ യു ക്യാൻ റിപ്പന്റ്, ടുഡേ യു ക്യാൻ റിസ്റ്റോർ, ടുഡേ യു ക്യാൻ ടേക്ക് എ ഡിസിഷൻ. മടങ്ങി വരാൻ കഴിയാത്ത സാഹചര്യത്തിലല്ല നീ പകൽക്കാലം ആയിരിക്കുന്നത്. ഇറ്റ്സ് എ ഫൈനൽ വാർണിംഗ് ടു യു. നിനക്ക് ഇന്ന് മടങ്ങി വരാം. നിന്റെ ആത്മാവിന്റെ വിലയെങ്കിലും തിരിച്ചറിയ. റിയലൈസ് ദ വാല്യൂ ഓഫ് യുവർ സ്പിരിറ്റ്. സ്തോത്രം. നീ ഭൂമിയിൽ ഒന്നും കൊള്ളാത്തവരായിക്കൊള്ളട്ടെ, ഒത്തിരി ധനമില്ലാത്തവരായിക്കൊള്ളട്ടെ, സൗന്ദര്യമില്ലാത്തവരായിക്കൊള്ളട്ടെ, നിനക്ക് ഒത്തിരി നെഗറ്റീവ്സ് ഉണ്ടായിക്കൊള്ളട്ടെ, മനുഷ്യർ കാണുന്നത് പോലെയല്ല ദൈവം നിന്നെ കാണുന്നത്. ദൈവം നിന്നെ കാണുന്നത് വ്യത്യസ്ത രീതിയിലാണ്. ലാസറിനെ ധനവാൻ കണ്ടത് ഏറ്റവും വൃത്തികെട്ട മനുഷ്യനായിട്ടാണ്. എന്നാൽ പിതാവാൻ ദൈവം അവനെ അങ്ങനെയല്ല കണ്ടതെന്ന് മരണശേഷമാണ് ധനവാൻ തിരിച്ചറിഞ്ഞത്. ഞാൻ സമൂഹത്തിലെ ധനവാനാണ്. ഐ ആം ദ ഗ്രേറ്റസ്റ്റ് പേഴ്സണാലിറ്റി, ഐ ആം ബിഗ് അമംഗ് അതേഴ്സ്. ഞാനൊരു സംഭവമാണെന്ന് അവൻ ധനവാൻ സ്വയം ചിന്തിച്ചു. പക്ഷെ എന്നെ കുറിച്ച് ദൈവം അങ്ങനെയല്ല കണ്ടതെന്ന് മരണശേഷം ധനവാൻ തിരിച്ചറിഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ ഇന്ന് പകൽക്കാലം? റിയലൈസ് ദ ട്രൂത്ത്. നിന്റെ ആത്മാവിന്റെ വില എന്താ? മാത്യു 16:26 എന്താ എഴുതിയിരിക്കുന്നത്? ഒരുവൻ സർവ്വലോകം നേടിയാലും, വായിച്ചേ, മാത്യു 16:26. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം? അവൻ ഒരു ആത്മാവിന്റെ വില സർവ്വലോകത്തെക്കാൾ വിലയേറിയതാ. യു ആർ മോർ വാല്യുബിൾ. അതേഴ്സ് ആർ മോർ വാല്യുബിൾ. അവന്റെ ജോലിയോ അവന്റെ കുലമഹിമയോ അവന്റെ കുടുംബമോ അവന്റെ സംസ്കാരമോ ഒന്നും നീ നോക്കരുത്. നിന്റെ അരികിലേക്ക് വരുന്ന ഒരാത്മാവിന്റെ വില നിനക്ക് ചിന്തിക്കുന്നതിന് അപ്പുറമാണ്. നിന്റെ ആത്മാവിന്റെ വില നീ ചിന്തിക്കുന്നതിന് അപ്പുറമാണ്. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? പിതാവ് ദൈവത്തിന്റെ മകനാ നീ. യുവർ വാല്യൂ ഇസ് മോർ ദാൻ കൗണ്ടബിൾ. നിനക്ക് കടൽക്കരയിലെ മണൽത്തരി എണ്ണുവാൻ കഴിയുമ്പോൾ എണ്ണാമെങ്കിൽ നിനക്ക് ആമേൻ നിന്റെ വില നിനക്ക് തിരിച്ചറിയുവാൻ കഴിയും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഇവൻ തിരിച്ചറിയുക, അയ്യോ, ഞാൻ കണ്ടതുപോലെ അല്ലല്ലോ, ലാസറിനെ കണ്ടതുപോലെയല്ല ദൈവം ലാസറിനെ കണ്ടത്. ഇന്ന് പകൽക്കാലം ദൂത് പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയട്ടെ,
ലോക മനുഷ്യർ കാണുന്നത് പോലെയല്ല നീ മനുഷ്യരെ കാണേണ്ടത്. ദൈവം എങ്ങനെ അവരെ കാണുന്നുവോ അതുപോലെയാണ് ഒരു മകൻ ആമേൻ അനേകരെ കാണേണ്ടത്. സ്തോത്രം. മനുഷ്യരെ കാണേണ്ടത്. എല്ലാം തകർന്നവനായി തകർന്നവളായി, എല്ലാം നശിച്ചവനായി നശിച്ചവളായി നിന്റെ അരികിലേക്ക് ഓടി വരുമ്പോൾ ആമേൻ സ്തോത്രം, അവനെ നീ ഒരു അമ്മ പോറ്റുന്നത് പോലെ പോറ്റുവാൻ ഇടയായി തീർന്ന കാരണം അവൻ ദൈവസ്ഥനിൽ വിലയേറിയവനാണ്. സ്തോത്രം. ആത്മീയ ജീവിതത്തിൽ പൂർണ്ണമായി വിട്ടുകൊടുക്കാതെ മത്സരികളെ നിൽക്കുന്നതോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ നിന്റെ ആത്മാവിന്റെ വില നീ ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ, റിയലൈസ് യുവർ ഓൺ വാല്യൂ ഓഫ് യുവർ സോൾ, നിന്നെ തേടി വരുന്ന ദൈവസ്നേഹത്തിന്റെ ആഴമൊന്ന് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവ് ദുഃഖത്തോടെ ഇന്ന് പകൽക്കാലം വിലപിക്കുകയാണ്. സ്തോത്രം. ഈ സത്യവിശ്വാസം ഇറങ്ങിത്തിരിച്ചിട്ടും പൂർണ്ണമായി വിട്ടുകൊടുക്കുവാൻ കഴിയാതെ ആമേൻ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ചിന്തപ്രകാരം സഞ്ചരിച്ചുകൊണ്ട് ആമേൻ ദൈവം എന്നെ കാണുന്ന കാഴ്ചയുടെ വില തിരിച്ചറിയാതെ ആത്മീയ ജീവിതത്തെ പാഴാക്കി കളയുന്നത് കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയാണ്. സ്തോത്രം. ആ ലൂക്കോസ് 16:23-24 എന്ന് വായിച്ചേ. നോക്കിക്കേ, പടിപ്പുരയിൽ വ്രണം കൊണ്ട് നിറഞ്ഞവൻ, അവന്റെ അടുത്തകുമ്പോൾ സ്മെല്ല, ബാഡ് സ്മെല്ല. പക്ഷെ ഇപ്പോൾ പറയുന്നത് എന്താ നോക്കിയേ, ധനവാനും മരിച്ചടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കരുണയുണ്ടാകണമേ, ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണം. ഇവിടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമേ. ഈ പ്രാർത്ഥന വേറെ എത്രയോ നല്ല രീതിയിൽ പ്രാർത്ഥിക്കാമായിരുന്നു. അബ്രഹാമേ, എന്നോട് കനിവുണ്ടാകണമേ, നീ ഇറങ്ങി വന്ന് എന്നെ വിടുവിക്കണമേ. അബ്രഹാമേ, എന്നോട് കനിവുണ്ടാകണമേ, നീ പിതാവിനോട് പറഞ്ഞ് ദൂതന്മാരെ ഒന്ന് അയക്കണമേ. ഇവിടെ പറഞ്ഞെന്താണ്? എന്റെ മുമ്പിൽ വില കുറഞ്ഞവനായി കിടന്നവൻ മരണശേഷം തിരിച്ചറിയുന്നു അവൻ വിലയേറിയവനായതുകൊണ്ട് അവനെ വിരൽ മുക്കി എന്ത് ചെയ്യണം? വെള്ളത്തിൽ മുക്കിയിട്ട് എനിക്കൊരു വിടുതലിന് വേണ്ടി ഞാൻ വിലയില്ലെന്ന് എണ്ണിയ ഈ വ്യക്തിയെ ഒന്ന് അയക്കണമേ. സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ശക്തമായി ദൂത് പറയുക, നിന്നെ തള്ളിക്കളഞ്ഞവരുടെ നടുവിൽ ഈ ദിനങ്ങളിൽ ദൈവം നിന്നെ മാനിക്കുവാൻ പോകുകയാണ്. സ്തോത്രം. അവൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവർ കാത്തിരിക്കുവാൻ പോകുകയാണ്. നീ ഒന്ന് വരുന്നതിന് വേണ്ടി അവർ നിന്നെ കാത്തിരിക്കുവാൻ പോകുകയാണ്. സ്തോത്രം. ഇവിടെ ഓർക്കണം, ആത്മാക്കളുടെ വില ഇതൊരു സത്യമാണ്. റിയലൈസ് ദ ട്രൂത്ത്. എന്താണ് നിന്റെ വില? യെശയ്യാ പ്രവചനം 43:4 വാക്യം, ബുക്ക് ഓഫ് യെശയ്യാ 43:4. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാണ്. നീ എനിക്ക് വിലയേറിയവനും നീ എനിക്ക് മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാണ്. ഞാൻ നിനക്ക് പകരം മനുഷ്യരെ മതി. യു ആർ പ്രഷ്യസ് ആൻഡ് ഓണേഡ് ഇൻ മൈ ഐസ്. മനുഷ്യരുടെ മുമ്പിലല്ല, എന്റെ കണ്ണുകളിൽ, എന്റെ നോട്ടത്തിൽ നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാണെന്ന്. യു ആർ പ്രഷ്യസ് ആൻഡ് ഓണേഡ് ഇൻ മൈ ഐസ്. നീ ആയിരിക്കുന്ന വിശ്വാസ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം, ആ വില നീ തിരിച്ചറിയുന്ന പകൽക്കാലം, ഇന്ന് പകൽ നീ മാനസാന്തരപ്പെട്. നിന്നെ തേടി വരുന്ന ദൈവസ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയേ. നീ നിനക്ക് തന്നെ വില കൊടുക്കണമെങ്കിൽ, നീ മറ്റുള്ളവരെ സ്നേഹിക്കണമെങ്കിൽ, ഇന്ന് ഹൃദയത്തിൽ വെക്കേണ്ട സത്യം ഞാൻ പറയാം. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ഓരോവരും ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസ കുടുംബത്തിന്റെ ഭാഗമായി മാറുകയാണ്. അതുകൊണ്ടാണ് മരിച്ചടക്കപ്പെട്ടപ്പോൾ ദൂതന്മാർ കൊണ്ടുവന്നിട്ട് ആമേൻ ലാസറിനെ ആരുടെ മടിയിലിരുത്തിയത്? അബ്രഹാമിന്റെ മടിയിലിരുത്തി. വിശ്വാസികളുടെ പിതാവിന്റെ മടിയിലിരുത്തി. ദൈവത്തിൽ വിശ്വസിച്ചവന്റെ മടിയിലിരുത്തി. സ്തോത്രം. ഞാൻ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവനാണെങ്കിലും കുറഞ്ഞവനാണെങ്കിലും കുലമഹിമയുള്ളവനാണെങ്കിലും അല്ലാത്തവനാണെങ്കിലും എന്റെ മുമ്പിൽ കാണുന്ന സഹോദരങ്ങളെല്ലാം മരണശേഷം കർത്താവിന്റെ വരവിന് ശേഷം എടുക്കപ്പെടുമ്പോൾ ഞങ്ങളെല്ലാം ഒരു കുടുംബത്തിലെ അംഗമാകുമെന്ന് ചിന്തിക്കുവാൻ തുടങ്ങുന്നിടത്ത് നിനക്ക് ആത്മാക്കളുടെ വില തിരിച്ചറിയുവാൻ കഴിയും. സ്തോത്രം. ഞങ്ങളെല്ലാം അബ്രഹാമിന്റെ കുടുംബങ്ങളായി മാറാൻ പോകുക. ഞങ്ങളെല്ലാം അബ്രഹാമിന്റെ കുടുംബങ്ങളായി മാറാൻ പോകുക.
സ്തോത്രം. അതുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തി 13-26 വാക്യം ഒന്ന് വായിച്ചേ. ആക്ട്സ് 13:26. സഹോദരന്മാരെ, സഭയിലുള്ള സഹോദരന്മാരെ, അബ്രഹാം വംശത്തിലെ മക്കളും, ഒരുവൻ വിശ്വാസത്തിൽ വരുമ്പോൾ അവൻ ആരായി മാറി? അബ്രഹാം വംശത്തിലെ മക്കളായി മാറുകയാണ്. ഒരേ വിലയുള്ള, ഏറ്റക്കുറച്ചിലില്ലാത്ത ഒരേ വിലയുള്ള അബ്രഹാം വംശത്തിലെ മക്കളായി നമ്മൾ മാറുകയാണ്. അവരോട് ചേർന്ന ദൈവഭക്തന്മാരുമായുള്ള, അവരോട് ചേർന്നവരെല്ലാം ദൈവഭക്തന്മാരായി ചേർന്നവർ അബ്രഹാം വംശത്തിലെ മക്കളായി മാറുകയാണ്. നമുക്കാകുന്നു ഈ രക്ഷാവചനം അയച്ചിരിക്കുന്നത്. ഈ കുടുംബത്തിന് വേണ്ടി അത്ര രക്ഷാവചനം അയച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഏത് കുടുംബത്തിൽ നീ പിറന്നാലും, ഉയർന്ന കുടുംബത്തിൽ പിറന്നാലും താണ കുടുംബത്തിൽ പിറന്നാലും, ഈ ഭൂമിയിൽ ഏത് അവസ്ഥയിൽ നീ ആയിരുന്നാലും, കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് അവനോട് ചേരുവാൻ തീരുമാനമെടുക്കുമ്പോൾ നീ ആയിത്തീരുന്ന അബ്രഹാമിന്റെ കുടുംബ അംഗമായി മാറുകയാ, അവന്റെ വംശത്തിലെ മക്കളായി മാറുകയാ. ഒരേ പദവിയിൽ, ഒരേ നിലയിൽ ഒരുപോലെ സ്നേഹിപ്പാനുള്ള കൃപ നിന്റെ മേൽ ദൈവം പകരുകയാ. അതുകൊണ്ട് കൂടുതൽ പണം തരുന്നവനെ കൂടുതൽ സ്നേഹിപ്പാനോ, കുറഞ്ഞ പണം തരുന്നവനെ കുറഞ്ഞ് സ്നേഹിപ്പാനോ, അവൻ വർണ്ണ വ്യത്യാസമുള്ളവനെ സ്നേഹത്തിൽ വ്യത്യാസം കാണിപ്പാനോ ആത്മാവുള്ളവന് കഴിയില്ല. കാരണം ഇതെല്ലാം സഹോദരന്മാരാണ്, സഹോദരിമാരാണ്, ഒരേ വംശത്തിലെ കുടുംബാംഗങ്ങളാണ്. സ്തോത്രം. ഹല്ലേലൂയ. ലൂക്കോസ് 19:9 ഒന്ന് വായിച്ചേ. ആ ഭാഗം ഞാൻ വിടാൻ പോകുക. ലൂക്ക് ചാപ്റ്റർ 19:9, 19:9. സക്കായിയെ കാണുമ്പോൾ കർത്താവ് പറയുക, യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. സക്കായി അബ്രഹാമിന്റെ മകനാണോ? ഇല്ല. യേശുവിനെ രക്ഷനായി സ്വീകരിക്കുമ്പോൾ അവൻ അബ്രഹാമിന്റെ മകനായി മാറുക, ഒരു കുടുംബാംഗമായി മാറുക. വിശ്വാസ സമൂഹത്തിൽ മകനും മകളുമായി, ദൈവത്തിന്റെ മകനും മകളുമായി നമ്മൾ രൂപാന്തരപ്പെടുക. അതുകൊണ്ട് കാര്യം ഓർക്കണം, ആമേ, പണവ്യത്യാസമോ സൗന്ദര്യ വ്യത്യാസമോ കുലമഹിമ വ്യത്യാസമോ ഈ ഭൂമിയിൽ ഒരു വ്യത്യാസങ്ങൾക്കും, ആമേൻ, ദൈവത്തിന് സ്തോത്രം, ആമേൻ, നമ്മൾക്ക് ഒരുവന്റെ വില കുറച്ച് കാണുവാൻ ദൈവവചനം അനുവദിക്കുന്നില്ല. നീ നിന്റെ വില തിരിച്ചറിയേ, നിന്റെ സഹോദരങ്ങളുടെ വില തിരിച്ചറിയേ, ആമേൻ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിന്റെ വില തിരിച്ചറിയേ. നമ്മളെല്ലാം സഹോദരങ്ങളും ഒരു കുടുംബത്തിലെ അംഗങ്ങളുമായി മാറുവാൻ പോവുകയാണ്. ഭൂമിയിലായി ഡിഫറൻസ് കാണിക്കുന്നു. സ്തോത്രം. ഉയർന്ന ജാതി, താഴ്ന്ന ജാതി, ഇവിടെ എല്ലാം ഡിഫറൻസാ. സ്വർഗത്തിൽ ഡിഫറൻസ് ഇല്ല. ഇവിടെ ഈ ജീവനോടിരിക്കും നീ അത് തിരിച്ചറിയണം. നിന്റെ വില നീ തിരിച്ചറിയണം, നിന്റെ കൂടെ ആരാധിക്കുന്നതിന്റെ വില തിരിച്ചറിയണം. അങ്ങനെ വില തിരിച്ചറിയുമ്പോൾ ഒരുവനെ മീറ്റിംഗ് കണ്ടില്ലെങ്കിൽ മീറ്റിംഗ് കഴിയുമ്പോൾ നീ ഓട്ടോമാറ്റിക് വിളിച്ചിരിക്കും. ഇതെങ്ങനെ ഉടനെ ഓടി അങ്ങ് പോവല്ലേ? സത്യം അറിഞ്ഞിട്ടില്ല, കണ്ണുകൾ തുറന്നിട്ടില്ല. സ്തോത്രം. ഇന്ന് പകൽ തിരിച്ചറിയണം. റിയലൈസ് ദ ട്രൂത്ത്. എല്ലാവരും ഒരുപോലെ സ്നേഹിക്കണമെങ്കിൽ നീ ഓർത്തോ, എവിടെ വിടലും, നീ എന്തൊക്കെ നേടിയാലും എവിടെ ഓടിയാലും ഒടുവിൽ നീ എത്തിച്ചേരുന്നത് ഒരു കുടുംബത്തിലാ. ഒരുപോലെ സ്നേഹിപ്പാൻ ഈ വചനങ്ങളുടെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ജീവനോടിരിക്കുമ്പോൾ റിയലൈസ് ദ വാല്യൂ ഓഫ് എവറി സോൾ. നിന്റെ വില തിരിച്ചറിയുക, മറ്റുള്ളവരെ തിരിച്ചറിയുക. ഇനി ലൂക്കോസിലേക്ക് മടങ്ങി വരാം. 16:25-26 ഒന്ന് വായിച്ചേ. അവൻ ധനവാൻ തിരിച്ചറിഞ്ഞ രണ്ടാമത്തെ സത്യം, ദ വാല്യൂ. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കാം. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിയുകയില്ല, അവിടെ നിന്നും ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. മകനെ, നിന്റെ ജീവിതകാലം മുഴുവൻ സന്തോഷിച്ചു. രണ്ടാമത് അവൻ തിരിച്ചറിഞ്ഞ വാല്യൂ, ദ വാല്യൂ ഓഫ് ദ ടൈം പ്രൊവൈഡഡ് ബൈ ഗോഡ്. നിനക്ക് ഈ ഭൂമിയിൽ തന്ന സമയത്തിന്റെ വില നീ തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. നീ ഭൂമിയിൽ എത്ര സമയം നിനക്ക് നൽകി? നീ നെഗ്ലക്ട് ചെയ്തില്ലേ? നീ റിജക്ട് ചെയ്തില്ലേ? നിനക്കുന്ന സമയത്തിന്റെ വില നീ തിരിച്ചറിഞ്ഞില്ല. എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ? അത്രയുമല്ല,
നമ്മുടെ നടുവിൽ ഒരു പിളർപ്പുണ്ട്. There is a big pit. ഞങ്ങൾക്ക് അങ്ങോട്ടും നിങ്ങൾക്ക് ഇങ്ങോട്ടും വരാൻ കഴിയില്ല. നിന്റെ സമയത്ത്, നീ ഭൂമിയിലെ സമയത്ത് യു ആർ അറ്റാച്ച് ടു ദ വേൾഡ്. അവിടെ വെച്ച് നിനക്ക് അവസരം ഉണ്ടായിരുന്നു. ബി ഡിറ്റാച്ച് ടു ദ വേൾഡ് ആൻഡ് ബി അറ്റാച്ച് ടു ദ ഫാദർ ഗോഡ്. ഇനി നിനക്ക് സമയമില്ല അതിന്. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്നതോടെ പറയുന്നു, ലോകത്തോട് വിട പറഞ്ഞ് പിതാവിനോട് പറ്റിച്ചേരുവാൻ ഇന്ന് പകൽക്കാലം തൊട്ട് നിനക്ക് കഴിയും. മരണദൂതൻ നിന്നെ കടന്നു പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് കഴിയില്ല. ഇന്ന് പകൽക്കാലം നീ മാനസാന്തരപ്പെട്ടോണം. ദ വാലി ഓഫ് ദ ടൈം. ആരാധന കൂടുവാൻ കഴിയുമ്പോൾ മാറിയെന്ന് നിനക്ക് ഓർക്കുന്നില്ലേ? പ്രാർത്ഥനയ്ക്ക് വരാൻ സമയമുണ്ടായിട്ട് മാറിയെന്ന് നിനക്ക് ഓർക്കുന്നുണ്ടോ? എത്ര സമയം നിനക്ക് പ്രാർത്ഥിക്കുവാൻ നൽകി തന്നു, എത്ര സമയം വചനം വായിക്കുവാൻ നൽകി തന്നു, എത്ര സമയം സുവിശേഷത്തിന് പോകാൻ നൽകി തന്നു. ആയുസ്സോടെ ആരോഗ്യത്തോടെ എത്ര വർഷങ്ങൾ നിന്നെ നിലനിർത്തി. എത്ര പേർ ജന്മനാ തന്നെ വികലാംഗരും കാന്തന്മാരും മുടന്തന്മാരായി ജനിക്കുമ്പോൾ ആരോഗ്യമായി ജനിക്കുവാനും തലമുറകൾ നൽകുവാനും ദൈവം നിനക്ക് കനിവ് തോന്നിയില്ലേ? സമയങ്ങൾ നിനക്ക് നൽകി തന്നില്ലേ? പക്ഷെ ഇന്ന് പേർക്കാർ നീ സമയത്തിന് വരെ തിരിച്ചറിയുന്നുണ്ടോ? നാട്ടിലുടനീളം കേൾക്കുന്നൊരു ശബ്ദമുണ്ട്. അവരെ വിളിക്കുന്ന ലോട്ടറി വിശ്വാസി എന്നാ. അവരെന്നും പറയുന്ന പരസ്യം എന്താണെന്നറിയാമോ? നാളെയാണ്, നാളെയാണ്, നാളെ. സ്തോത്രം. നാളെ നിനക്കുണ്ടോ നിനക്ക് അറിയുകയില്ല. ഇന്നാണ് നിന്റെ സമയം. 2 Corinthians chapter 6 ഒന്നാം വാക്യം 3-ാം വാക്യം വായിച്ചു. 2 Corinthians 6-ാം അധ്യായം 1-ാം വാക്യം 3-ാം വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന്. ദൈവം നിങ്ങളുടെ മേൽ കൃപ പകർന്നത് അത് വേസ്റ്റ് ആയി പോകരുത് എന്ന് ഞങ്ങൾ സഹത്യക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. 3-ാം വാക്യം വായിച്ചേ. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. 3-ാം വാക്യമാണ്. ഇതാണ് 2-ആണോ? വായിച്ചേ. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്തുവല്ലോ. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഇപ്പോഴാകുന്നു. എന്തുകൊണ്ടാണ് നിനക്ക് മേൽ പകർന്ന കൃപ വേസ്റ്റ് ആയി പോകരുത് പറഞ്ഞത്? ഇന്ന് വെച്ച ആഹാരം നാളെ അത് വേസ്റ്റ് ആകും, അത് പഴകിപ്പോകും, അത് വളിച്ചു പോകും. ഈ കൃപ വേസ്റ്റ് ആയി പോകാതിരിക്കണമെങ്കിൽ ആ കൃപ പ്രാപിച്ച ദൈവത്തിന്റെ പൈതൽ ഇന്ന് റിയാക്ട് ചെയ്യണം, ഇന്ന് റെസ്പോണ്ട് ചെയ്യണം ദൈവത്തിന്റെ ആഗ്രഹത്തോട്. പല തീരുമാനങ്ങൾ എന്താ എടുത്തു വെച്ചേക്കുന്നത്? പിന്നീട് നാളെ. ഏറ്റവും വലിയൊരു ഡെവിളിന്റെ ട്രാപ്പാണിത്, ദി ഗ്രേറ്റസ്റ്റ് ട്രാപ്പാണിത്. കാരണം ഇന്ന് പകരപ്പെട്ട കൃപ അത് വേസ്റ്റ് ആയി പോകണം, നീ അത് യൂസ് ചെയ്യാൻ പാടില്ല. സ്തോത്രം. ഞാൻ ബൈബിൾ വായിക്കും. 2022 ജനുവരി 1 മുതൽ ബോഷ്ക്ക് പറഞ്ഞതിന് അവന്റെ അപ്പനായി ഈ തീരുമാനം എടുത്തേക്ക്. നിന്റെ മേൽ കൃപ പകർന്നെങ്കിൽ ഇന്ന് ഞാൻ തീരുമാനമെടുക്കുന്നു വചനം വായിക്കുവാൻ, ഇന്ന് ഞാൻ തീരുമാനമെടുക്കുന്നു വചനം അനുസരിപ്പാൻ, ഇന്ന് ഞാൻ തീരുമാനമെടുക്കുന്നു കർത്താവിനായി ജീവിക്കുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. താലന്തുകളുടെ ഉപമ കർത്താവ് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം മാത്യു 25:14-15 ഒന്ന് വായിച്ചേ. മാത്യു 25:14-15. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവൻ 5 താലന്ത്, ഒരുവന് 2, ഒരുവൻ 1. ഇങ്ങനെ ഓരോരുത്തരും അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്തു. 19-ാം വാക്യം വായിച്ചേ. വളരെ കാലം കഴിഞ്ഞ ശേഷം ഈ താലന്ത് കൊടുത്ത ശേഷം ഒരു ടൈം സ്പാൻ ഉണ്ടായിരുന്നു അവർക്ക്, ഒരു പ്രൊവൈഡഡ് ടൈം ഉണ്ടായിരുന്നു. പ്രൊവൈഡഡ് ടൈം ബൈ ഗോഡ്. 2 പേർ വിക്ടോറിയസ് ആയി, ഒരുവൻ ഫെയിലിയർ ആയി മാറി. അതിന് 26-27 ഒന്ന് വായിച്ചേ. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ. വിക്കഡ് ആൻഡ് ലേസി സെർവന്റ്. ദുഷ്ടൻ,
മടിയൻ. ആരെ കുറിച്ച് പറഞ്ഞറിയാമോ? ദൈവം തന്ന സമയത്തിന് വില തിരിച്ചറിയാത്ത ഓരോ വ്യക്തിയോട് ദൈവം പറയുന്ന പേരിതാണ്: ദുഷ്ടൻ, മടിയൻ. നിന്നോടാ ദൈവാത്മാവ് പറയുന്നത്. Realize the value of the time God has provided. Hallelujah. ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തടത്തു നിന്ന് കൊയ്യുകയും വിതറാത്തടത്തു നിന്ന് ചേർക്കുകയും ചെയ്യുന്നവനെന്ന് നീ അറിഞ്ഞുവല്ലോ. നീ എന്റെ ദ്രവ്യം പൊൻവാണിപ്പക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു. എന്നാൽ ഞാൻ വന്ന് എന്റേത് പലിശയോടുകൂടെ വാങ്ങി. നീ അല്പമെങ്കിലും വില കൽപ്പിച്ചിരുന്നുവെങ്കിൽ അല്പമെങ്കിലും ഒരു റിസൾട്ട് നിനക്കുണ്ടാകുമായിരുന്നു. നിന്റെ ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാകാത്തതിന്, വിടുതൽ ഉണ്ടാകാത്തതിന്, ഒരു റിസൾട്ട് ഉണ്ടാകാത്തതിന് കാരണം അറിയാമോ? നീ ദുഷ്ടനാ, നീ വിക്കടാ, നീ ലേസിയ, മടിയനാ. നീ സദൃശവാക്യത്തോടെ എടുത്ത് വായിക്കുന്നില്ല. മടിയന്റെ കണ്ടത്തിനരി കൂടെ പോയ കഥ. അതേ അവസ്ഥ നിന്റെ ഭവനത്തിൽ, അതേ അവസ്ഥ നിന്റെ ജീവിതത്തിൽ. ആമേൻ. സകലതും തകർത്ത് കളയുന്ന ശക്തി നിന്നെ, നിന്റെ കുടുംബത്തെ മൂടിക്കളയും. സ്തോത്രം. ഹല്ലേലൂയ. എടുത്തോ സദൃശവാക്യത്തിൽ 28-ാം അധ്യായം തോന്നുന്നു, 28-ാം തോന്നുന്നു. അത് വായിച്ച് കേൾപ്പിക്കട്ടെ, അത് കേൾക്കട്ടെ. ഞാൻ ദുഷ്ടന്റെ ആലെടുത്തേക്ക് വായിച്ചോണം. കണ്ടത്തിനരികൂടെയും. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീസസ്, ജീസസ്. ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആരെ കിട്ടിയില്ല അത്? ഓ ജീസസ്. ആർക്കും അത് കിട്ടിയില്ല അത് സദൃശവാക്യങ്ങളിൽ. 24-ാം വാക്യം, 24-ാം അധ്യായം 30 തൊട്ടത് വായിച്ചേ. ഞാൻ മടിയന്റെ കണ്ടത്തിനരികെയും ബുദ്ധിഹീനന്റെ മുന്തിരിത്തോട്ടത്തിന്റെ സമീപയും കൂടെ പോയി. അവിടെ മുള്ളു പടർന്നു പിടിച്ചിരിക്കുന്നതും, അവിടെ ഫലമില്ല, മുള്ള വേദനകളെ മൊത്തം മുള്ളു പടർന്നു പിടിച്ചിരിക്കുന്നതും, തൂവ നിറഞ്ഞ നിലം മൂടി, എല്ലാ കച്ചട കൊണ്ടും വേസ്റ്റ് കൊണ്ടും ആമെ മൂടിയിരിക്കുന്നതും, അതിന്റെ കന്മതിൽ ഇടിച്ചു കിടക്കുന്നതും കണ്ടു. അത് കണ്ടു. ഞാനത് നോക്കി വിചാരിക്കുകയും അത് കണ്ട് ഉപദേശം പ്രാപിച്ചു. ഞാനിത് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി, ദുഷ്ടനും മടിയനുമായി തീരരുത്, എന്റെ അവസ്ഥയും ഇതായി തീരുമെന്ന്. അടുത്ത വാക്യം. കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈ കെട്ടി കിടക്കാം. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെ നിന്റെ ബുദ്ധിമുട്ട് ആയുധമാണ്. ദുഷ്ടനും മടിയനും വരുന്ന അവസ്ഥ കണ്ടോ? ആമേൻ, സ്തോത്രം. സമയം തക്കത്തിന് ഉപയോഗിക്കാതിരിക്കുന്നത് കൊണ്ട്, നിനക്ക് തന്ന സമയങ്ങളെ ആമേൻ, ദൈവം തന്ന സമയത്തിന് വില തിരിച്ചറിയാത്തത് കൊണ്ട്, ആമേൻ, ഇവിടെ പറയുന്നു, ആമേൻ, നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെ വന്നങ്ങ് കേറിയ ദാരിദ്ര്യം, നിന്റെ ബുദ്ധിമുട്ട് ആയുധവാണി പോലെ നിന്നെ ആക്രമിച്ച് കീഴടക്കുന്നവനെ പോലെ ആമേൻ, ബുദ്ധിമുട്ടുകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരും. ആമേൻ, നീ ഒരു പരാജയമായി മാറും. സ്തോത്രം. ദൈവം ഏൽപ്പിച്ചിട്ടും ആമേൻ, അതിന്റെ വില തിരിച്ചറിയാത്ത സഹോദര, സഹോദരി, നിന്നോടായി പരിശുദ്ധാത്മാവ് പറയുന്നത്, അതിന്റെ സമയം നീ തള്ളിക്കളഞ്ഞില്ലേ? നിനക്ക് നൽകി തന്ന സമയങ്ങൾ നീ വൃഥാവാക്കിയില്ലേ? ദൈവത്തിന് സ്തോത്രം. എഫേഷ്യൻസ് ചാപ്റ്റർ 5:16 ഒന്ന് വായിച്ച ഭാഗം ഇടട്ടെ. എഫേസ്യർ 5-ാം അധ്യായം 16-ാം വാക്യം. എഫേഷ്യൻസ് 5:16. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുക. ആമേൻ. നീ രക്ഷപ്പെടണമെങ്കിൽ നീ ഈ സത്യം തിരിച്ചറിയണം. നിനക്ക് തരുന്ന സമയത്തിന് വിലയുണ്ട്. സമയത്തിന് വിലയുണ്ട്. സമയം തക്കത്തിന് ഉപയോഗിക്കുക. ഇന്ന് ഈ ദൂത് കേട്ടിട്ട് നിന്റെ തീരുമാനം നീ വൈകരുത്. ആമേൻ. നിന്റെ ചുവടുവെപ്പുകൾ വൈകരുത്. ഒരു പക്ഷേ നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറമായി കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് സഹിപ്പാൻ കഴിയാത്ത അവസ്ഥകൾ കടന്നു വരും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം സ്നേഹത്തോട് നിന്നെ വിളിച്ചു പറയുന്നു, ഇന്ന് പകലൊരു മാനസാന്തരത്തിലേക്ക് നീ മടങ്ങി വാ. Realize the value of the time God has provided to you. ഇനി ലൂക്കോസ് 16 മടങ്ങി വരാം. അതിന്റെ 27 തൊട്ട് 29 വരെയുള്ള വാക്യം വായിക്കാം. ധനവാൻ റിലീസ് ചെയ്ത അടുത്ത വാല്യൂ. അതിനവൻ, എന്നാൽ പിതാവേ, അവനെ എന്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമേ എന്ന് ഞാൻ ലാസർ എന്റെ അപ്പന്റെ വീട്ടിൽ ഒന്ന് അയക്കണം
എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിക്കാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവരോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് ധനവാൻ തിരിച്ചറിഞ്ഞു the value of obeying the word of God. ദൈവവചനത്തിന്റെ വിലയും അത് അനുസരിക്കുന്നതിന്റെ വിലയും ധനവാൻ തിരിച്ചറിഞ്ഞു. സ്തോത്രം. ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുക, കേട്ടുകൊണ്ടിരിക്കുക, അനുസരിക്കാൻ മനസ്സില്ല. റിയലൈസ് ദ ട്രൂത്ത്. നീ ദൈവവചനം അനുസരിച്ചേ മതിയാകൂ. എന്താണ് ദൈവവചനം? യോഹന്നാൻ 1:1 പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. When you obey the word of God, you are obeying God. When you are disobeying the word of God, you are disobeying God. ഈ സത്യം പകൽക്കാലം തിരിച്ചറിഞ്ഞ് ജീവനോടിരിക്കുമ്പോൾ, മരിച്ചു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യവുമില്ല. നിനക്ക് മടങ്ങി വരാൻ കഴിയില്ല. ഇവിടെ നിനക്ക് അവസരമുണ്ട്. വചനം അനുസരിക്കണമെന്നുള്ള സത്യം നീ ഒന്ന് തിരിച്ചറിയേ. വചനം മാത്രമേ അനുസരിക്കാവുന്നുള്ള സത്യം നീ തിരിച്ചറിയേ. ഈ വചനത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? വചനം ദൈവമാ. നീ യേശു എന്താ പറഞ്ഞത്? ജോൺ 17:8 ഒന്ന് വായിച്ചേ. യോഹന്നാൻ 17:8. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. വചനം പിതാവേ, നീ എനിക്ക് തന്നതാണ് വചനം. എന്റെ ബുദ്ധിയിൽ ഞാൻ പറഞ്ഞതല്ല, ഞാൻ വലിയ സാഹിത്യത്തിന് എഴുതിയതല്ല. പിതാവേ, നീ എനിക്ക് തന്നതാണ് വചനം. ഞാൻ അതുപോലെ എന്ത് ചെയ്തു? അവർക്ക് കൊടുത്തു. ഞാൻ നമുക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഏതെങ്കിലും മനുഷ്യൻ എഴുതിയതല്ല ഇത്. ഏതെങ്കിലും മനുഷ്യനാൽ സംഭവിച്ചതുമല്ല ഇത്. സ്വർഗത്തിൽ നിന്ന് യേശുവിന് കൊടുത്ത വചനം യേശു നമുക്ക് തന്നിരിക്കുന്നു. അതാണ് വചനത്തിന്റെ പ്രത്യേകത. വേർഡ് ഈസ് ഗോഡ് ആൻഡ് വേർഡ് ഈസ് ഫ്രം ഗോഡ്. നീ അതിനെ അനുസരിക്കാതിരിക്കുമ്പോൾ ദൈവത്തെ ധിക്കരിക്കുന്നു. നീ മത്സരിയാകുന്നു. You become a rebellion against God. ഇനി പൗലോസ് എന്താ പറഞ്ഞത്? 1 Corinthians 11:23 എന്ന് വായിച്ചേ. 1 Corinthians 11:23 പൗലോസ് എന്താ പറഞ്ഞത്? ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തു. I received from God. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവത്തിന്റെ വചനം സ്വർഗത്തിൽ നിന്ന് പ്രാപിച്ചത് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുക. You shall obey. അതുകൊണ്ട് ഈ വചനത്തിന് ഭൂമിയുമായി ബന്ധമില്ല. ഈ വചനം സ്വർഗത്തിൽ നിന്ന് വന്ന വചനമാണ്. വചനം ജഡമായി തീർന്നു. സ്വർഗത്തിൽ നിന്ന് വന്ന വചനം നമ്മുടെ ഇടയിൽ പാർത്തു. സ്തോത്രം. ആ വചനമാണ് നമ്മൾ അനുസരിക്കേണ്ടത്. പിതാവാം ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. ആ വചനമല്ലാതെ മറ്റൊന്നും അനുസരിക്കുവാൻ വചനം നമ്മെ അനുവദിക്കുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. വെളിപ്പാട് ദിവസം 22 അധ്യായം 18-19 വായിച്ചേ. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. Revelation chapter 22, 18 and 19. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷിയിരിക്കുന്നു എന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ ബൈബിളിൽ ഇല്ലാത്ത, ഈ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് തരാത്ത, ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്താത്ത, ഈ വചനത്തിന് വിരുദ്ധമായും ഈ വചനത്തെ പഠിപ്പിക്കാത്തതുമായ എന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടി ആരെങ്കിലും പഠിപ്പിച്ചാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. സ്തോത്രം. അടുത്ത വാക്യം. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ഈ വചനത്തിൽ പഠിപ്പിക്കേണ്ടതും ഈ വചനത്തിൽ മനസ്സിലാക്കി തരേണ്ടതുമായ സത്യങ്ങൾ ആമേൻ പഠിപ്പിക്കാതിരുന്നാൽ, പറഞ്ഞു കൊടുക്കാതിരുന്നാൽ, അത് അനുശാസിക്കാതിരുന്നാൽ, അനുസരിക്കാതിരുന്നാൽ അവനും നശിച്ചു പോകുമെന്ന്. വചനത്തിൽ അംശം പോലും കൂട്ടുവാനും പാടില്ല. വചനത്തിലുള്ളത് കുറയ്ക്കുവാനും പാടില്ല. ഈ വചനം വചനം പോലെ അനുസരിക്കുവാൻ ആമേൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. സത്യം നിങ്ങൾ ജീവനോടിരിക്കുമ്പോൾ അറിയണം. അത് നിങ്ങളെ സ്വതന്ത്രരാക്കും.
ജീവനൊഴിക്കുമ്പോൾ എന്താണ് അറിയേണ്ടത്? ഞാൻ വാല്യബിൾ എന്ന് കരുതിയത് ഒന്നും വാല്യബിൾ അല്ലെന്നും അതിനേക്കാളും വാല്യബിൾ ആയതാണ് ദൈവം എൻ്റെ കരങ്ങളിൽ തന്നതെന്നും നീ മനസ്സിലാക്കും. എന്താണ് നീ മനസ്സിലാക്കേണ്ട വാല്യബിൾ തിങ്സ്? ഒന്ന്, യു ആർ എ വാല്യബിൾ സോൾ. ഓൾ brothers and sisters, all the people in the world are valuable souls. പിന്നീട് എന്താണ് റിയലൈസ് ചെയ്യേണ്ടത്? വാല്യൂബിൾ ആയിട്ടുള്ളത്, എവറി മൊമെന്റ് ഇൻ മൈ ലൈഫ്, എവറി ഡേ ഇൻ മൈ ലൈഫ്, എവറി ഇയർ ഇൻ മൈ ലൈഫ്, എല്ലാ നിമിഷങ്ങളും സമയങ്ങളും എനിക്ക് ദൈവം നൽകി തന്നത് അത് വിലയേറിയതാണ്. അത് വൃഥാവാക്കരുത്, വേസ്റ്റ് ആക്കി കളയരുത്. എനിക്ക് തന്ന സമയം വേസ്റ്റ് ആക്കി കളയരുത്. മൂന്നാമത് നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത് the value of obeying the word of God. ഒരു വാക്യം കൂടെ അതിനകത്തുണ്ട്, മാത്യു 7:18 ആണെന്ന് തോന്നുന്നു, 7:21. മാത്യു 7:21 ഒന്ന് വായിച്ചാട്ടെ, അവിടെ വായിച്ചിട്ട് പ്രാർത്ഥിക്കാം. മാത്യു 7:21. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി പറയുന്നതല്ല. Who obey the word of God, who fulfill the wish of Father. വചനം എന്ത് പറയുന്നുവോ അത് അനുസരിക്കുന്നതിന് മാത്രമേ ഹെവനിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ, പിതാവുമായിട്ട് പറ്റുള്ളൂ. നിന്റെ വില ഇന്ന് പകരം തിരിച്ചറിഞ്ഞൊന്ന് മാനസാന്തരപ്പെടാമോ? നിന്റെ അരിലേക്ക് വരുന്നവരെ ഒരുപോലെ സ്നേഹിപ്പാനുള്ള വലിയ കൃപ ഇന്ന് പകൽക്കാലം ഒന്ന് പ്രാപിക്കാമോ? നിനക്ക് നിന്റെ ടൈമിന്റെ വില തിരിച്ചറിഞ്ഞുകൊണ്ട് അത് വേസ്റ്റ് ആക്കാതെ, ഈ ഭൂമിയിലെ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടി വേസ്റ്റ് ആക്കാതെ നീ കമ്മിറ്റഡ് ആയി തീരാമോ? വചനം പറയുന്നതല്ലാതെ മറ്റൊന്നും ഞാൻ അനുസരിക്കില്ല എന്നും വചനം ഞാൻ അനുസരിക്കുമെന്നും ഇന്ന് പകരം തീരുമാനമെടുക്കാമോ? എ ഗ്രേറ്റ് ബ്ലെസ്സിംഗ് ഇസ് ഗോയിങ് ടു കം. നിനക്കൊരു സ്വാതന്ത്ര്യം, സമാധാനം, സ്വർഗീയ വിടുതലുകൾ ഈ പകൽക്കാലം വെളിപ്പെടുത്താൻ പോകുക. ഇന്ന് നിങ്ങൾ ഓരോരുത്തരും, ഞാൻ ഈ വചനം കേട്ടിരിക്കുക. ആമേൻ. ഇനിയും എൻ്റെ മകനെന്ന പദവിയെ ഡിഗ്രേഡ് ചെയ്യുവാൻ എന്നെ കൊണ്ട് കഴിയുകയില്ല. എൻ്റെ അരികിലേക്ക് വരുന്നവരെ ആമേ വ്യത്യസ്തമായി സ്നേഹിപ്പാൻ എനിക്ക് കഴിയുകയില്ല. ഒരുപോലെ സ്നേഹിപ്പാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. എനിക്കിരുന്ന സമയങ്ങൾ കർത്താവെ ഞാൻ വേസ്റ്റ് ആക്കാതെ ദൈവരാജ്യത്തിന് പ്രയോജനമാക്കണമേ എന്ന് ഞാൻ കമ്മിറ്റ് ചെയ്യും. വചനമല്ലാതെ വേറെ ഒരു മനുഷ്യനും എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കില്ല. വചനം പൂർണ്ണമായും കർത്താവെ ഞാൻ അനുസരിക്കുവാൻ തീരുമാനമെടുത്തുകൊണ്ട് ഞാൻ എന്നെ തന്നെ വീണ്ടും സമർപ്പിക്കും. അവിടെയാണ് നിനക്ക് സ്വാതന്ത്ര്യം. അവിടെയാണ് പിതാവിനോടുള്ള നിന്റെ വാസം, നൊടി നേരത്തേക്കുള്ള ലോകവാസം ആമേ നിത്യമായ സന്തോഷത്തിന് കാരണമായി തീരുവാൻ സത്യം ജീവനോടിരിക്കുമ്പോൾ നിങ്ങളെ അറിയിച്ചിരിക്കുന്നു. You have a time to restore. You have a time to repent. You have a time to go back to your Father. Hallelujah.